ഹായ് ഹലോ ബീസ് ട്രാവൽ വേൾഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ സ്വന്തം കരകൗശല ഗ്രാമം എന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എക്സിബിഷൻ നടക്കുകയാണിപ്പോൾ. 15ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 200ലധികം ആർട്ടിസ്റ്റുകളും അവരുടെ കലാസൃഷ്ടികളും പ്രദർശനവും വിപണനവുമാണ് ഈ വർഷം ക്രാഫ്റ്റ് വില്ലേജിലുള്ള എക്സ്പോയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണ ഞങ്ങൾ പയ്യന്നൂർ KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ല് ഒരുക്കിയിട്ടുള്ള കോഴിക്കോട് യാത്രയുടെ ഭാഗമായിട്ടാണ് ഇരിങ്ങലിലെത്തിയിട്ടുള്ളത്. ബസ്സിൽ എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കത്തിലാണ്. പിറകിൽ നമ്മുടെ കൂട്ടുകാർ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ച് തിമിർക്കുകയാണ്. ഒന്ന് അങ്ങോട്ടേക്ക് പോയേരാം. അങ്ങനെ നമ്മൾ ഗേറ്റും കടന്ന് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ എൻട്രി ഫീസ് സാധാരണ 50 രൂപയും ഇപ്പോൾ എക്സിബിഷൻ നടക്കുന്ന സമയത്തായതുകൊണ്ട് 100 രൂപയാണ് ഫീസ്. അങ്ങനെ നമ്മൾ വണ്ടിയും പാർക്ക് ചെയ്ത് ഏകദേശം ഒരു 100 മീറ്റർ ഉണ്ട് നടക്കാൻ. അങ്ങോട്ടേക്ക് സർഗാലയയുടെ എൻട്രൻസിലേക്ക് നടക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടി. സാധാരണ ഇവിടത്തേക്കുള്ള പ്രവേശന സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഇപ്പം അത് 10 മണി മുതൽ 8 മണി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ സാധാരണ എക്സിബിഷൻ നടത്തുന്ന സ്ഥലത്ത് പോവാതെ പ്രത്യേകമായിട്ടുള്ള ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ എക്സ്പോയിലേക്കാണ് ആദ്യം പ്രവേശിച്ചത്. ഇവിടെ ഏകദേശം ഒരു 100ലധികം സ്റ്റാളുകളുണ്ട്. ഫുഡ് കോർട്ടും കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അടക്കം 100ലധികം സ്റ്റാളുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ സ്റ്റാളിൽ ഇവർ ഈ കാണുന്ന ബെല്ലിൽ ഒരു പ്രത്യേകതരം ഉപകരണം ഉപയോഗിച്ച് അതിന് ഒന്ന് അടിക്കുകയും വീണ്ടും അതിന് ഒന്ന് ചുറ്റിയപ്പോൾ പ്രത്യേകതരം ഒരു ശബ്ദം, ഒരു മുഴക്കമുള്ള ശബ്ദം കേൾക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. വേറെ ഏതോ ഭാഷയിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ.
വിശാലമായ ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ അടിപൊളി ഫുഡും കഴിച്ചിട്ട് രണ്ടാമതാണ് സാധാരണയായി നടക്കുന്ന എക്സിബിഷൻ ഹാളിലേക്ക് പ്രവേശിച്ചത്. അവിടുന്ന് പുറത്ത് കടന്ന് ഞങ്ങൾ പിന്നീട് പോയത് ഇൻ്റർനാഷണൽ എക്സ്പോയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ള ഫ്ലവർ ഷോയിലേക്കാണ്. ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റാളുകളൊക്കെ ഓടിച്ചെന്ന് കണ്ടത്, അതുപോലെ ചിത്രീകരിക്കാനും സാധിച്ചത്. നമുക്ക് ഒരു ദിവസം കാണാനുള്ള വിഭവങ്ങൾ നമുക്ക് ഇവിടെ സർഗാലയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വില കുറവുമാണ് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വിശേഷങ്ങളുമായി ബീസ് ട്രാവൽ വേൾഡ് യാത്ര തുടരുന്നു.